ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലല്ലേ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് നാം വായിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടവരാണെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാകുന്ന പോലെ തൻ്റെ മേലിറങ്ങി വന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയാകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ അനുഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ അഥവാ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവത്തെ ഓർപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമായ അനുഭവമായി നമുക്കുണരുവാനിടയാകുന്നു. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം നാം ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുന്നു എന്നുള്ളതാണ്. വീണ്ടും ആ രൂപാന്തരമലയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെയും കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ സ്വർഗത്തിൽ നിന്ന് അഥവാ മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകുവാനിടയാകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം ഉണ്ടാകുവാനിടയാകുന്നു. ഈ 2 ശബ്ദങ്ങളെയും നാം ശ്രദ്ധിക്കുമ്പോൾ, ഒന്ന് ആത്മീക ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭ സമയത്തും മറ്റൊന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാന സമയത്തുമാണെന്ന് നമുക്ക് ഉണരുവാനിടയാകും. ആകയാൽ ജീവിതാരംഭത്തിൽ ദൈവം നമ്മെ പ്രസാദിക്കുന്നു, ജീവിത അവസാനത്തിലും ദൈവം നമ്മിൽ പ്രസാദിക്കുവാനിടയാകുന്നു. ഈ 2 ജീവിതാനുഭവങ്ങൾക്കിടയിലുള്ള ജീവിത കാലഘട്ടം മുഴുവൻ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാം വായിച്ച കുറിവാക്യം നമ്മെ ഓർപ്പിക്കുന്നു, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാനിടയാകണമെന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ നമുക്കിടയാകണം. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതകാലമൊക്കെയും എല്ലായ്പ്പോഴും താൻ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്തു ജീവിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവ സാന്നിധ്യം യേശുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടത്തക്കവണ്ണം യേശു പ്രായോഗികമാക്കി ജീവിച്ചതായ തൻ്റെ പ്രവൃത്തി അഥവാ ജീവിതാവസ്ഥ, ജീവിതാനുഭവം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ ഇടയാകുന്നു. സങ്കീർത്തനങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ 19-ാം സങ്കീർത്തനത്തിലാണോ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ പാറയുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായി തീരട്ടെ എന്ന് വായിക്കുന്നു. 19-ാം സങ്കീർത്തനം 14-ാം വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, നിന്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം ചെയ്യുവാൻ ഇടയാകണമെന്നാണ്. ആകയാൽ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുൻപോട്ട് പോകുവാനിടയായി നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിപ്പാൻ ഇടയാകുന്ന ഒരനുഭവം. ജീവിതം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടി ആയുസ്സ് നാൾക്കൾ ഏതു വിധത്തിലെങ്കിലുമൊക്കെ മുൻപോട്ട് നടത്തി നാം നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്നവരായി തീരുവാനിടയാകരുത്. ജീവിതത്തിൻ്റെ അവസാനത്തിൽ തിരുമുൻപാകെ നാം നിർത്തപ്പെടുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്ന്
നമുക്കൊരു ശബ്ദം കേൾക്കുവാൻ ഇടയാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണരുവാൻ ഇടയാകേണ്ടത്. ആ ഒരു അനുഭവത്തെ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ അപ്പസ്തോലൻ തിമോത്തിയോസിനോട് ഓർപ്പിക്കുമ്പോൾ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നൊരനുഭവത്തിൽ, അഥവാ പട ചേർക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമുക്ക് ഉദാഹരണമാക്കിക്കൊണ്ടാണ് അപ്പസ്തോലൻ സംസാരിപ്പാനിടയാകുന്നത്. പടയിൽ ചേർക്കപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു പടയാളിയുടെ അല്ലെങ്കിൽ ഒരു സോൾജിയറിന്റെ ജീവിതാനുഭവം എന്താണെന്ന് ഉണർന്നുകൊണ്ട് നാം അതിനെ ചിന്തിക്കുവാൻ നമുക്കിടയാകണം. മറ്റ് ഏത് ജോലിസ്ഥലത്തായിരുന്നാലും നമുക്കറിയാം, അവിടെയെല്ലാം കുടുംബമായി ജീവിച്ച് കുടുംബകാര്യങ്ങൾ അന്വേഷിച്ച് കുടുംബകാര്യങ്ങൾ നോക്കി കുടുംബത്തിനു വേണ്ടി എന്നോണം ജീവിക്കുന്ന ഒരവസ്ഥയിൽ ജോലി ചെയ്ത് ഉപജീവന മാർഗത്തെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഉപജീവന മാർഗം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നവരായി തങ്ങളുടെ കുടുംബത്തെ കരുതുന്നവരായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഏത് ജോലി സ്ഥലത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിദേശങ്ങളിൽ പോകുന്നവർ പോലും തങ്ങളുടെ കുടുംബത്തെ കൂടെ കൊണ്ടുപോയി അവരോടുകൂടെ താമസിപ്പാൻ ആഗ്രഹിച്ച് അവരെ പരിപാലിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ കരുതി ആ നിലയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു പട്ടാളക്കാരനെ നാം ശ്രദ്ധിച്ചാൽ അവൻ എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ഉത്സാഹത്തോടെ ശ്രമിച്ചാലും അവൻ ഒരിക്കലും തൻ്റെ കുടുംബത്തെ തന്നെ കൂടെ കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. താൻ ആ അയക്കപ്പെട്ടതായ അല്ലെങ്കിൽ ആക്കപ്പെട്ടതായ സ്ഥാനത്ത് തനിയെ താമസിക്കുന്നവനായി തീരുവാനിടയാകണം. ഒരുപക്ഷെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്, ഉയർന്ന റാങ്കുകളിലേക്ക് വരുന്നവർക്ക് കുടുംബത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാൽ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന പടയാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തെ അവർക്ക് കൊടുക്കപ്പെടുന്നില്ല. അവർ എപ്പോഴും യുദ്ധസന്നദ്ധരായി ഏത് സമയത്തും യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ആ നിലയിൽ തങ്ങളെ കാത്തുകൊണ്ട് ആ ബോർഡറുകളിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് കൊടുക്കപ്പെട്ടതായ സ്ഥാനങ്ങളിൽ കാണപ്പെടണം എന്നുള്ളതായ ഒരു അനുഭവമാണ് നമുക്ക് ഉണരുവാനിടയാകുന്നത്. നമ്മുടെ ഗുരുവാക്യത്തെ നാം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന ഒരനുഭവമാണ് പടയാളിക്ക് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ഇടയാകുന്ന അനുഭവം. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പട ചേർക്കപ്പെട്ട അനുഭവത്തിലാണ് ജീവിക്കുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാം ആ ചിന്തയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ, അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തിൽ താൻ പറയുന്ന ഒരു വാക്കുണ്ടെന്താണ്? ഞാൻ നല്ലപോർ പൊരുതു എന്നാണ്. ഇല്ല, ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഏതൊരു ദൈവവൈതലിൻ്റെയും ജീവിത സാക്ഷ്യമായി മരണസമയത്ത് പറയുവാൻ, ഉയർത്തുവാൻ, ഉണരുവാൻ ഇടയാകുന്ന ഒരു വാക്യമാണ് ഞാൻ നല്ലപോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരനുഭവം. അത് കുറിപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുറിപ്പെട്ട ഒരാളുടെ സാക്ഷ്യാനുഭവമായിട്ടല്ല നാം ഉണരുവാനിടയാകുന്നത്. ഏതൊരു ദൈവവൈതലിൻ്റെയും ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നാം പ്രഘോഷിപ്പാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു, നല്ല പോർ പൊരുതുവാൻ ഇടയാകണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട 3 അനുഭവങ്ങളിൽ ഒന്ന് വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ എല്ലാം മുൻപിൽ ഒന്നാമത് നാം കാണപ്പെടുവാൻ ഇടയാകേണ്ടത് നല്ല പോർ പൊരുതു എന്നുള്ള അനുഭവമാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉടരേണ്ടതായ അനുഭവം, നാം പോർക്കളത്തിൽ നിൽക്കുന്നവരാണ്, യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നാം ബൈബിൾ സ്റ്റഡിയിൽ പഠിക്കുവാനിടയായ ഒരു അനുഭവം നമുക്ക് ഉണരുവാനിടയാകും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നാം പോർക്കളത്തിൽ യുദ്ധം ചെയ്യേണ്ടവരാണ്. അഥവാ പിശാചാകുന്ന പ്രതിയോഗിയോട് നാം പോരാടി ജയിക്കേണ്ടവരാണ് എന്നുള്ളത് നാം ഉണരുവാൻ ഇടയായി. അതിൻ്റെ ആത്മീക അനുഭവമായി ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണത്തെ നാം പഠിക്കുമ്പോൾ
പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആരംഭ കാലങ്ങൾ, അല്ലെങ്കിൽ അവർ മിസ്രൈമിൽ നിന്നിറങ്ങി പുറപ്പെടുന്നതും ചെങ്കടൽ കടക്കുന്നതും സീനായ് മലയടിവാരത്തിലേക്ക് പുറപ്പെടുന്നതുമായ യാത്രാനുഭവങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് നാം വായിക്കുന്നത്. അതിൻ്റെ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ സീനായ് മലയിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ, അഥവാ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വളരെ ലഘുവായ അല്ലെങ്കിൽ നിസ്സാരമായ നോണം എഴുതിയിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. അമാലേക്യർ ഇസ്രായേലിനെ ആക്രമിപ്പാനിടയാകുന്ന അനുഭവം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലല്ലേ നമുക്കത് കാണുവാൻ കഴിയും. അവർ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാനിടയാകുന്ന അനുഭവം. ആ ആക്രമത്തിൽ യോശുവയോട് മോശ പറയുന്നു, നീ ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ മലമുകളിൽ കയറി എൻ്റെ കരം ഉയർത്തി പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മലമുകളിൽ കയറുവാനിടയാകുന്നു. അഹറോനും ഹൂരും തൻ്റെ കൂടെ പോകുന്നു. അവർ മോശയുടെ കരത്തെ ഉയർത്തി പിടിക്കുമ്പോഴൊക്കെയും ഇസ്രായേലിന് ജയമുണ്ടാകുവാനിടയാകുന്നു. അങ്ങനെ മോശ കല്ലിന്മേലിരുന്ന് അഹറോനും ഹൂറും തൻ്റെ കൈ ഉയർത്തി പിടിച്ചത് നിമിത്തമായി യോശുവ അമാലേക്കിനെ വാൾത്തലയാൽ വെട്ടിക്കൊല്ലുവാൻ ഇടയാകുന്നു. അതിൻ്റെ താഴെ ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. യഹോവയുടെ സിംഹാസനത്താണ് അമാലേക്കിനോട് യഹോവയ്ക്ക് തലമുറയായി യുദ്ധമുണ്ട് എന്ന് പറയുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു വാക്കുകൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യോശുവയോട് അത് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുവാൻ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ തന്നെയാണോ? 14-ാം വാക്യത്തിൽ അത് എഴുതി സൂക്ഷിക്കുവാനായിട്ട് പറയുന്നു. വീണ്ടും 25-ാം അധ്യായത്തിലാണോ നാം വരുമ്പോൾ അവിടെ ദൈവം ആ കാര്യം ഓർത്ത് വെച്ചിട്ട് മോശയോട് അത് ഓർപ്പിക്കുവാനിടയാകുന്നു. ഇസ്രായേൽ വഴിയിൽ വെച്ച് നിങ്ങളോട് ചെയ്തത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തനം 25-ന്റെ 18-ാം വാക്യം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ ദൈവം അത് ഓർത്തു വെച്ചിട്ട് പ്രതികാരം ചെയ്യുവാനായി പറയുന്ന അനുഭവം നമുക്ക് ഉണരുവാനിടയാകും. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉണരേണ്ടതായ ഒരു സത്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കളുടെ തലമുറയായുള്ള ഒരു പോരാട്ടം അമാലേക്യരോട് ഉണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പിശാചിനോട് പോരാടി ജയിക്കുന്ന ഒരു പോരാട്ടമാണ് എന്നുള്ളത് നമുക്ക് ഉണരുവാനിടയാകും. അതുതന്നെ മറ്റൊരു നിലയിൽ നമുക്ക് ഉണരുവാനിടയാകുമ്പോൾ ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ശൗലിനോട് ദൈവം ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ പ്രവൃത്തി നാം കാണുമ്പോൾ അവർ അമാലേക്യരെ നിർമൂലമാക്കി നശിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാൻ കഴിയും. 15-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ നീ ചെന്ന് അമാലേക്യനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയണമെന്ന് പറയുന്നു. ഇത് ശൗൽ രാജാവിന് ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. എന്നാൽ നമുക്കറിയാം സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. മേത്തരമായതിനൊക്കെയും ജീവനോടെ സൂക്ഷിച്ച് അവരുടെ രാജാവിനെയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു എന്ന് പ്രശംസിക്കുന്ന ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുവാനിടയായി എന്ന്. കാരണം പൂർണ്ണമായി അവരെ നശിപ്പിക്കുവാൻ, അമാലേക്യരെ നിർമൂലമാക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ ശൗലിന്റെ ജീവിതാനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണോ നാം വായിക്കുന്നുണ്ട്, ശൗൽ തൻ്റെ വാളിന്മേൽ വീണ് മരിപ്പാൻ ആഗ്രഹിച്ച് വ്രതപ്രായനായി നിൽക്കുമ്പോൾ തൻ്റെ ജീവൻ തന്നെ വിട്ടുപോകായാൽ തനിക്ക് ഭയം പിടിച്ചിട്ട്, അല്ലെങ്കിൽ വേദന സഹിക്കാൻ വയ്യ, താൻ ഭയപ്പെടുന്നവനായി തീർന്നിട്ട് ആരെയെങ്കിലും തന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ച് താൻ ചുറ്റും നോക്കുമ്പോൾ താൻ കാണുന്നത് ഒരു അമാലേക്യനെയാണ്. അവനോട് തന്നെ കൊല്ലുവാൻ പറയുന്നു. അവൻ വാളിന്മേൽ വീണ ശേഷം ഇനി ജീവിച്ചിരിക്കുകയില്ല എന്ന് അമാലേക്യന് ബോധ്യമായതുകൊണ്ടാണ് പോലും അവൻ ശൗലിനെ കൊന്ന് അവന്റെ കിരീടവുമായി ദാവീദിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതായി നാം വായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആരംഭത്തിൽ
അമാലേക്യരെ പൂർണ്ണമായി നിർമൂലമാക്കുവാൻ ആവശ്യപ്പെട്ട് അത് ചെയ്യാതിരുന്ന ശൗലിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതാവസാനം അഥവാ അവന്റെ മരണം അതേ അമാലേക്കിനാൽ തന്നെ സംഭവിപ്പാൻ ഇടയാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഉണരുവാൻ ഇടയാകേണ്ടത് നമ്മോട് പോരാടുന്ന പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് പിശാചിനോട് പോരാടിക്കൊണ്ട് നാം ജീവിതകാലം മുഴുവൻ ജയാളികളായി തീരുവാൻ, പിശാചിനെ ജയിക്കുവാൻ ഉത്സാഹിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവമാക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടാണ് യാക്കോബിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരായി തീരണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറവാൻ ഇടയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് കീഴടങ്ങുന്നവരായി, ദൈവമക്കളായി, ആത്മീയരായി ജീവിച്ചിട്ട് നമ്മുടെ പ്രതിയോഗിയായ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ആ ഒരു അനുഭവത്തെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണരുവാനിടയാകണം. എന്തുകൊണ്ടെന്നാൽ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ അത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിയുന്നു എന്ന് നാം ഉണരുവാനിടയാകുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. അപ്പോൾ പിശാച് നമ്മെ വിഴുങ്ങുവാൻ ആഗ്രഹിച്ച് ചുറ്റി നടക്കുന്ന ഒരു അനുഭവം നാം ഉണരുമ്പോൾ, മുമ്പേ നാം വായിച്ച വാക്യം എന്താണ്? യാക്കോബിൽ നാം എന്താണ് കണ്ടത്? പിശാചിനോട് എതിർത്ത് നിൽപ്പിൽ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ട് പിശാച് 40 ദിവസം യേശുവിനെ പരീക്ഷിച്ചു എന്നാണ്. അതിന്റെ അവസാനത്തിൽ നാം വായിക്കുന്നുണ്ട്, പരീക്ഷ തികച്ച ശേഷം എന്ത് ചെയ്തെന്നാണ്? അല്പകാലത്തേക്ക് യേശുവിനെ വിട്ടുപോയി എന്ന് വായിക്കുന്നു. അല്പകാലത്തേക്ക് വിട്ടുപോയിട്ടുള്ളു കേട്ടോ. വീണ്ടും പിശാച് എന്ത് ചെയ്തു? യേശുവിനെ ശോധിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനോട് എതിർക്കുവാൻ പല നിലയിൽ യേശുവിനെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതിൽ വ്യക്തതയോടെ വെളിവാകുന്ന ഒരു അനുഭവമാണ് ക്രൂശീകരണത്തിന്റെ അവസ്ഥ വരുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ നിനക്കങ്ങനെ ഭവിക്കരുതേ, നിനക്കത് സംഭവിക്കരുതേ എന്ന് പറയുമ്പോൾ കർത്താവ് പത്രോസിനെ ശാസിക്കുന്നു. പക്ഷെ പത്രോസിനെ അല്ല, പിന്നെയോ സാത്താനെയാണ് ശാസിക്കുവാനിടയാകുന്നത്. ദൂരപ്പോ സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ പത്രോസിലൂടെ പ്രവർത്തിച്ചത് ആരാണ്? അഥവാ പത്രോസിലൂടെ ആ ദൈവിക ഉദ്ദേശത്തിന് വിഘ്നം വരുത്തുവാൻ ശ്രമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. പിശാചാണത് ചെയ്യുവാൻ ഇടയായത്. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പിശാച് നമ്മോട് പോരാടുവാൻ ഇടയാകും. ആ പോരാട്ടത്തിൻ്റെ മധ്യേ നാം പിടിച്ചു നിന്നുകൊണ്ട്, അഥവാ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്കിടയാകണം. പിശാചിനെ തോൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം ജയാളികളായി തീർന്നു എന്ന് പറവാൻ നമുക്കിടയാകുന്നത്. യേശുവിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, താൻ കാൽവറി ക്രൂശിൽ പിശാചിനെ തകർക്കുവാനിടയായി, അഥവാ പിശാചിനെ നശിപ്പിക്കുവാനിടയായി, പിശാചിന്റെ ദൂതഗണങ്ങളെയും നശിപ്പിക്കുവാനിടയായി. എബ്രായ ലേഖനം 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. അത് തൻ്റെ ജീവിതത്തിൽ പിശാചിന്മേൽ പൂർണ്ണമായി താൻ ജയമെടുത്ത അനുഭവമാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ ഉണരുവാനിടയാകുന്നു. ഒരിക്കലും പിശാച് ഇപ്പോഴും തോൽപ്പിക്കപ്പെട്ട ശത്രുവല്ല. പിശാച് നശിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് നിത്യതയുടെ ആരംഭത്തിലാണ് പിശാചിനെ പാതാളത്തിലേക്ക് തള്ളിയിട്ട് അടയ്ക്കുവാനിടയാകുന്നത്, അഥവാ എന്നേക്കുമായി അവനെ നരകത്തിൽ തള്ളിക്കളയുവാനിടയാകുന്നത്. അതിനു മുൻപ് 1000 ആണ്ട് വാഴ്ച വരെയും പിശാചി ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായി കാണപ്പെടുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ തൽക്കാലത്തേക്ക് അവനെ അഗാധകൂപത്തിലിട്ട് അടയ്ക്കും. എന്നാൽ പിന്നീട് വീണ്ടും അവനെ തുറന്നു വിടുന്നതായി നാം തിരുവെഴുത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിത്യതയുടെ ആരംഭത്തിൽ ആ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ
നാളിലാണ് പിശാച് നരകത്തിലേക്ക് തള്ളപ്പെടുവാനിടയാകുന്നത്. അതുവരെയും പിശാച് ലോകത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നാം യേശുവിനെ കുറിച്ച് അവിടെ വായിച്ചപ്പോൾ യേശു ചെയ്തത് എന്താണെന്നാണ്, തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി എന്നോ ജയിച്ചു എന്നോ അല്ല പറയുന്നത്, തന്നെ നീക്കിക്കളയുവാനിടയാകുന്നത്. തൻ്റെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ തള്ളിക്കളയുവാൻ, എന്നേക്കുമായി തള്ളിക്കളയുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് അവിടെ ഉണരുവാനിടയാകും. എന്നാൽ കൊലോസ്യ ലേഖനം നാം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. ആകയാൽ തന്നെ ദുരാത്മശക്തികൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുക, നമുക്കെതിരായി പതിയിരുന്ന് പ്രവർത്തിക്കുന്ന ദുരാത്മശക്തികളെ കർത്താവ് ജയിപ്പാൻ ഇടയായി എന്നാണ്. ആകയാൽ നാമും നമ്മുടെ ആത്മീക ജീവിതത്തിൽ പോരാടി ജയിക്കുന്നവരായി തീരുവാൻ ഇടയാകണമെന്ന് പറയുമ്പോൾ, പിശാചിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് പിശാചിന്റെ ദുരാത്മശക്തികളെ ജയിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ഒരിക്കലും പിശാചിനെ നാം ജയിക്കയില്ല. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അത് നമ്മുടെ മരണത്തിലൂടെയാണ് നമുക്ക് ഉണ്ടാകുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് ആ മരണത്തെ നീക്കിക്കളയുന്ന അനുഭവം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ജീവിത അവസാനത്തിലാണത് സംഭവിപ്പാൻ ഇടയാകുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണമായി നാം ഈ വാക്ക് ഉപയോഗിച്ച് ജയം ഘോഷിക്കുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയെ മരിച്ച് അടക്കപ്പെടുന്ന സമയത്താണ്. ആകയാൽ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മിൽ നിന്ന് പിശാച് മാറിപ്പോകുന്ന, അഥവാ മരണത്തിന്റെ അധികാരിയായ പിശാച് നമ്മെ വിട്ട് നീങ്ങുന്നത്, ഇനി നമ്മുടെ മേൽ യാതൊരു അധികാരവും ഇല്ലാതെ നമുക്കെതിരായി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം നമ്മെ വിട്ട് മാറിപ്പോകുന്ന അനുഭവം നമ്മുടെ മരണത്തോടെയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, നാം ജയകരമായൊരു ജീവിതം ചെയ്ത് നല്ലൊരു മരണം പ്രാപിക്കുമെങ്കിൽ, കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരായി നാം മരിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ, അഥവാ നല്ല പോർ പൊരുത് ജീവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ, നമ്മുടെ മരണത്തിലൂടെ നാം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിക്കുവാൻ ഇടയാകുന്നു, അഥവാ നമ്മിൽ നിന്ന് മരണം നീക്കപ്പെടുവാൻ ഇടയാകുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം. എന്നാൽ ഈ മരണം വരെയുള്ള നാൾകളിൽ നാം പോരാടേണ്ടിയിരിക്കുന്നു. പിശാചിനോട് പോരാടുന്ന അനുഭവത്തെക്കുറിച്ച് നാം മുമ്പേ കേട്ടതായ ഒരു വാക്യമുണ്ടെന്താണ്? യഹോവയുടെ സിംഹാസനത്താണ് അമാലേക്യരോട് തലമുറ തലമുറയായി യഹോവയ്ക്ക് യുദ്ധമുണ്ട് എന്നാണ്. ആകയാൽ ഈ പിശാചിനോട് ദൈവം പോരാടുന്ന, ദൈവം എതിർത്ത് നിൽക്കുന്ന അനുഭവം അത് തലമുറ തലമുറയായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എവിടം വരെയുമാണ്? നിത്യതയുടെ ആരംഭമായി പിശാചിനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന നാൾ വരെയും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യം. ആകയാൽ നാം ഉണരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെയും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നാം പോരാടി ജയിപ്പാൻ നമുക്കിടയാകണം. ഈ പോരാട്ടം രണ്ട് നിലയിലുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം നാം ഉണരുവാനിടയായി. എസ്രായുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിഴലായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അനുഭവം, ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നതായ ഒരു അനുഭവം നമുക്ക് ഇസ്രായേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് കാണുവാൻ കഴിയും. അവിടെ അവർ തങ്ങളുടെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് അഹാവ ആറ്റരികൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ ആ വാക്യം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. തങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര യാചിക്കേണ്ടതിന്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും. അപ്പോൾ അവർ എന്തിനാ ഉപവസിച്ച് ചോദിച്ചാൽ തങ്ങൾക്കൊരു ശുഭയാത്ര ഉണ്ടാകണം. എവിടേക്കാണ് യാത്ര പോകുന്നത്?
യെരൂശലേമിലേക്ക് അവർ യാത്ര പോവുകയാണ്. ഇനിയും അതിൻ്റെ ബാക്കി ഭാഗം നാം വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ തന്നെയാണോ അതോ 9-ാം അധ്യായത്തിലാണോ? ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി ദൈവം അവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പിന്നെ വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു എന്നും അങ്ങനെ അവർ യെരൂശലേമിൽ എത്തി എന്നും വായിപ്പാനിടയാകുന്നു. 8:31 ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ശ്രദ്ധിക്കണേ, അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു, അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യെരൂശലേമിൽ ചെന്നെത്തുവാൻ ഇടയാകാതെ വണ്ണം വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന 2 അനുഭവങ്ങളുണ്ട്. ഒന്ന് ശത്രു, പിന്നെ ഒന്ന് എന്താണ്? വഴിയിൽ പതിയിരിക്കുന്നവൻ. ഈ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്, നമുക്കെതിരായി നിൽക്കുന്ന നമ്മുടെ പ്രതിയോഗിയായ പിശാചാണ്. എന്നാൽ വഴിയിൽ പതിയിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി നേരിട്ട് നമ്മോട് യുദ്ധം ചെയ്യുകയല്ല, പിന്നെയോ പതിയിരുന്ന് നമ്മെ ആക്രമിക്കുന്ന, നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ദുഷ്ടാത്മ സേനകളാണെന്ന് ഉണരുവാൻ നമുക്കിടയാകണം. എഫേസ്യ ലേഖനത്തിൽ നാം വരുമ്പോൾ അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും എന്ന് പറയുമ്പോൾ അവിടെ ദുരാത്മാക്കളെ കുറിച്ച് വ്യക്തതയോടെ നമ്മെ ഓർപ്പിച്ചുകൊണ്ട് ഈ ദുഷ്ടാത്മ സേനകളോട് നാം പോരാടുന്ന അനുഭവം നമുക്ക് ഓർപ്പിപ്പാനിടയാകുന്നു. ഈ അന്ധകാര ലോകത്തിന്റെ അധിപതി മാത്രമല്ല നമ്മോട് എതിർക്കുന്നത്, പിന്നെ ആരൊക്കെയാണ്? വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും കുറിച്ച് നാം കൊലോസ്യ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് വായിപ്പാനിടയാകുന്നു. കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ്. മുമ്പേ നാം കണ്ടല്ലോ, പിശാചിനെ താൻ നീക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ എന്തു പറയുന്നു? ജയോത്സവം കൊണ്ടാടി എന്ന് പറയുവാനിടയാകുന്നു. ആകയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശത്രുവായ പിശാച് മാത്രമല്ല നമുക്ക് പ്രതിയോഗിയായിട്ടുള്ളത്, പിന്നെയോ ദുരാത്മ ശക്തികൾ നമുക്കെതിരായിട്ടുണ്ട്. പലവിധമായ പാപ സ്വഭാവങ്ങൾക്ക്, തെറ്റായ ജീവിതാനുഭവങ്ങൾക്ക്, തെറ്റായ ജീവിത അവസ്ഥകൾക്ക് അഥവാ പ്രവർത്തികൾക്ക് നമ്മെ അടിമപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ വാഴുന്ന, നമ്മെ കീഴ്പ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, ഈ ദുരാത്മാക്കൾ നമ്മിൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് വ്യക്തതയോടെ ഉണരുവാനിടയാകണം. എത്രയോ ജീവിതങ്ങൾ എഴുന്നേറ്റ് സാക്ഷി പറയാറുണ്ട്. പല ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികൾ, തെറ്റായ പല കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തങ്ങൾക്ക് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലരുടെയും ജീവിതത്തിൽ ബോഷ്ക് പറയുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ഈ ബോഷ്ക് പറയുന്ന അനുഭവം നമ്മിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ബോഷ്കിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ പ്രവാചകന്മാരുടെ വായിൽ ബോഷ്കിന്റെ ആത്മാവായിരുന്നിട്ട് ആ ബോഷ്ക് പറയുവാൻ അവർക്കിടയാക്കുമെന്ന് വായിക്കുന്നത്. ശൗൽ രാജാവിന്റെ ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ തന്നിൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് തന്നെ വിട്ട് മാറിയപ്പോൾ ദൈവം അയച്ച ഒരു ദുരാത്മാവ് തൻ്റെ മേൽ വന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അഭിഷക്തന് വിരോധമായി എപ്പോഴും വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി താൻ മാറുവാനിടയാകുന്നു. പല സന്ദർഭങ്ങളിലും ദാവീദിനോട് ക്ഷമ ചോദിക്കുകയും ഇനി ഞാൻ നിന്നെ വേട്ടയാടുകയില്ല, നിന്റെ പിന്നാലെ വരികയില്ല എന്നൊക്കെ പറഞ്ഞ് താൻ മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിലും ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ശൗൽ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? ദാവീദിന്റെ പിന്നാലെ പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, തന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുവാൻ ആ ദുരാത്മാവ് തന്നെ ഹേമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ദുരാത്മാവ് വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ദാവീദിന് നേരെ കുത്തം ചാട്ടുവാനും പിന്നെ
അവനെ കൊല്ലേണ്ടതിന് അന്വേഷിച്ച് പോകുവാനൊക്കെ ഇടയാകുന്നത്. ചില ജീവിതങ്ങളെ നാം ശ്രദ്ധിച്ചാൽ ചില ദുസ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ട് ആ ദുസ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന ദുരാത്മാവ് അവരിൽ വസിക്കുന്നിടത്തോളം കാലം അവർക്ക് അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകത്തില്ല. അത് ദുരാത്മാവിനാൽ ആണെന്ന് ഗ്രഹിക്കാതെ വണ്ണം അവർ ജീവിച്ചു പോകുന്നതിനാൽ ഒരുപക്ഷെ ആ സ്വഭാവത്തോടെ തന്നെ മരിക്കുന്നവരായി തീരുവാനും ഇടയാകുന്നുണ്ട്. നമ്മിൽ ഈർഷ്യയോ പിണക്കമോ മുതലായ നിസ്സാരമെന്ന് നാം എണ്ണുന്ന ആ ജീവിത അനുഭവങ്ങൾ, ആ ദുസ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നാം ആരാണെന്നാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി നമ്മോട് പറയുന്നു, നമ്മിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടെങ്കിൽ നാം ആരാണ്? ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ലോക മനുഷ്യരെ പോലെ ഉള്ളവരെന്നാണ്. അങ്ങനെയെങ്കിൽ പകയുള്ളവനായി, വൈരാഗ്യമുള്ളവനായി, ഈർഷ്യയുള്ളവനായ ഒരു വ്യക്തി മരിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ താൻ ഒരിക്കലും ദൈവഭക്തിയോടെ മരിച്ചു എന്ന് പറവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് ദുരാത്മാവ് നമ്മെ തോൽപ്പിക്കുന്ന, നമ്മെ കീഴ്പ്പെടുത്തുന്ന അനുഭവത്തെ നമുക്ക് ഉണരുവാനിടയാകേണ്ടത്. നേരിട്ട് ആക്രമിക്കുകയല്ല, പിന്നെയോ പതിയിരുന്ന് നമ്മെ തോൽപ്പിക്കുവാനിടയാകുന്ന അനുഭവം. പിശാച് നമ്മോട് ഈ നിലയിൽ, അഥവാ ദുരാത്മാക്കൾ നമ്മോട് ഈ നിലയിൽ പോരാടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയില്ല, അഥവാ നമുക്ക് അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പലരും എഴുന്നേറ്റ് സാക്ഷി പറയുന്നത്, ഈ സ്വഭാവങ്ങളൊക്കെ എന്നെ വിട്ടു പോകുന്നില്ല, ഇന്നും എന്നിലത് ഉണ്ട് എന്ന് പറവാനിടയാകുന്നത് അതിൻ്റെ ആ പിന്നിലുള്ള ദുരാത്മാവിനെ അറിയാത്തത് കൊണ്ടാണ്, അഥവാ പതിയിരിപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ അനുഭവം നമ്മിൽ വെളിപ്പെടുവാൻ, നമുക്കത് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത്. നാം യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ ഹായി പട്ടണത്തെ കീഴ്പ്പെടുത്തുവാനായി പോകുന്ന യോശുവ ചെയ്യുന്ന പ്രവൃത്തി, ഹായി പട്ടണത്തിന്റെ പിൻപിൽ പതിയിരിപ്പുകാരെ ആക്കിയതായി നാം വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വായിക്കുന്നുണ്ട്, ഹായി പട്ടണക്കാർ എന്ത് ചെയ്തില്ലെന്നാണ്? തങ്ങളുടെ പിന്നിൽ പതിയിരിപ്പ് ഉണ്ട് എന്നുള്ളതവർ അറിഞ്ഞില്ല എന്ന് വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യം. പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പ് ഉണ്ട് എന്ന് അവർ അറിഞ്ഞില്ല എന്ന് വായിക്കുന്നു. പതിയിരിപ്പ് ഉണ്ടെന്നവർ അറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ അവർക്ക് തോൽവി ഉണ്ടാകുവാൻ, അവർ നശിപ്പിക്കപ്പെടുവാനിടയാകുന്നു. ഇന്ന് പല ദൈവമക്കളുടെയും ജീവിതത്തിൻ്റെ അനുഭവം അതാണ്. തങ്ങളുടെ ജീവിതത്തിൽ പതിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ തങ്ങളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിന് വിരോധമായി, ദൈവത്തിന് മുൻപാകെ ദോഷകരമായ അനുഭവം തങ്ങളുടെ കാണപ്പെടുന്നു എന്നുള്ള ചിന്ത ഉണരുവാൻ കഴിയാതെ വണ്ണം, അഥവാ ഈ പതിയിരിപ്പ് അറിയുവാൻ ഇടയാകാതെ വണ്ണം അവർ ജീവിച്ച് മുൻപോട്ട് പോകുന്നതിനാൽ ശത്രുവിനാൽ നശിപ്പിക്കപ്പെടുവാനിടയാകും. ദൈവമക്കളെ, ഈ പതിയിരിപ്പിനെ നാം ഒന്ന് വ്യക്തമായി ഉണരുവാനിടയാകണം. നമ്മെ വിട്ടുമാറാത്ത പാപ സ്വഭാവങ്ങളോ തെറ്റായ ജീവിതാനുഭവങ്ങളോ ജീവിതാവസ്ഥകളോ നമ്മിൽ ഉണ്ട് എങ്കിൽ, എത്രയോ ജീവിതങ്ങളെ നാം ലോകത്തിൽ കാണുന്നുണ്ട്. നല്ല മനോഹരികളായ ഭാര്യമാരോ മനോഹര രൂപികളായ ഭർത്താക്കന്മാരോ ഉള്ള ജീവിതങ്ങൾ പോലും കേസിലൊക്കെ കുടുങ്ങി, അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൻ്റെ പരാജയത്തിൽ വേശ്യകളെ ആശ്രയിക്കുവാൻ പോകുന്ന, ജാരശങ്കയുള്ളവരായ ജാരന്മാരുടെ പിന്നാലെ പോകുന്നതൊക്കെയായി എത്രയോ ജീവിതങ്ങളാണ് നാം ലോകത്തിൽ കാണുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഈ വ്യഭിചാരത്തിൻ്റെ പരസംഗത്തിൻ്റെ ആത്മാവ് അവരെ പിടിച്ചു കഴിയുമ്പോൾ എത്രയെല്ലാം ആരെല്ലാം എന്തെല്ലാം തടയാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് കഴിയാതെ വണ്ണം ഈ ദുരാത്മാവ് അവനെ ആ നിലയിലേക്ക്, ആ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം ഉണ്ടാകുന്നു. ഇന്ന് നമ്മുടെ ഇടയിലേക്കും ആ ദുരാത്മാക്കൾ ശക്തിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലരും ഭർത്താവിനെ ഉപേക്ഷിച്ച്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പുറകെ പോകുവാൻ ബന്ധപ്പെടുന്ന ഒരനുഭവമായി തീരുവാൻ ഇടയാകുന്നത്. യൗവനക്കാരുടെ ഇടയിലും പരസംഗം എന്നുള്ളത് ഒരു പാപമല്ല എന്നൊരു ചിന്തയിലേക്ക് വന്നിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പാപപ്രവർത്തികൾ കിടങ്ങൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരനുഭവം നമുക്ക് ഉണരുവാൻ ഇടയാകും. ഇന്ന് ലോകത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ പെൺകുട്ടികളാണ് ലൈംഗികതയ്ക്ക് യാതൊരു ലജ്ജയും ഇല്ലാത്തവരായി, അത് തെറ്റാണെന്ന് ഉണരാത്തവരായിരുന്നു കൊണ്ട് ആൺകുട്ടികളുടെ പുറകെ പോകുന്ന ഒരനുഭവം ഉണ്ടാകുന്നത്. തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് അവൾ പുരുഷൻ തൊടാത്ത കന്യകയായിരിക്കണമെന്നാണ്. പക്ഷേ ഒരു മാതാവ് ദുഃഖത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററേ, എൻ്റെ മോന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോ?
കാരണം ഈ ദുരാത്മാവ് അവരിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനോട് പോരാടുവാൻ കഴിവില്ലാത്തവരായി അവർ മാറുന്നത് കൊണ്ട്, അതിനെ ജയിപ്പാൻ കഴിവില്ലാത്തവരായി അവർ മാറ്റപ്പെടുവാൻ ഇടയാകുന്നു. സഹോദരങ്ങളെ, ഉണരണേ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തപ്പോൾ മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ വ്യക്തമായി യേശു പറയുന്നുണ്ട്, കർത്താവ് 12 നിയമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയിപ്പാൻ, അയക്കപ്പെടുവാൻ മാത്രമല്ല, തന്നോടുകൂടെ ഇരിപ്പാൻ മാത്രമല്ല, ദുരാത്മാക്കളെ പുറത്താക്കുവാനും അധികാരം കൊടുത്തു എന്നാണ്. മർക്കോസ് 3-ാം അധ്യായം 14-ാം വാക്യം. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരമുണ്ടാകേണ്ടതിന് 12 നിയമിച്ചു. ഒരു കാര്യം എന്താണ്? ദുരാത്മാക്കളെ പുറത്താക്കുവാൻ. ഇനി യേശുവിൻ്റെ ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയും, തൻ്റെ അടുക്കുന്ന ജനത്തോട് കർത്താവ് ഇടപെടുമ്പോൾ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി എന്നാണ് പറയുന്നത്. പിശാചിനെ പുറത്താക്കി എന്നല്ല, പിന്നെയോ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 8:16. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കുവാനിടയാകുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ നാം പോരാടി ജയിക്കേണ്ടത് എന്തിനോടാണെന്ന് ചോദിച്ചാൽ പിശാചിനോട് മാത്രമല്ല, അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുക എന്നുള്ളതല്ല, പിന്നെയോ പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകത്തക്കവണ്ണം നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. പക്ഷേ ഈ ദുരാത്മാക്കളെ നാം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ജയിക്കേണ്ടിയിരിക്കുന്നു. നമ്മിൽ ക്രിയ ചെയ്യുന്ന ആ ദുരാത്മാക്കളെ വ്യക്തതയോടെ നാം ഉണർന്നിട്ട് ആ ദുഷ്ട സ്വഭാവങ്ങളോട്, ആ ദുഷ്ടശക്തികളോട്, ആ ദുഷ്ട ജീവിതാവസ്ഥകളോട് നാം പോരാടിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ജയം പ്രാപിപ്പാൻ ഇടയാകത്തുള്ളൂ. അതിന് നാം പ്രാർത്ഥനയാലും ഉപവാസത്താലും പോരാടുവാൻ ഇടയാകണം എന്നുള്ളതാണ് സത്യം. ഒരു ദുരാത്മാവ് ഒരു പൈതലിനെ പിടിച്ചിട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും വെള്ളത്തിലും തീയിലും തള്ളിയിടുന്ന അനുഭവം യേശു ഓർപ്പിക്കുമ്പോൾ, വെള്ളം എന്നുള്ളത് ദൈവസ്നേഹത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അനുഭവമായിട്ടും തീയെ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന അനുഭവമായി നാം തിരുവഴുത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, ആ പൈതലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ ദുരാത്മാവിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്നാണ് യേശു പറഞ്ഞത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകയില്ല എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ പല വിധത്തിൽ സൗഖ്യത്തിന് ശ്രമിച്ച് ഒന്നും നടക്കാതെ വന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെയും എന്തില്ലായിരുന്നു? വിടുതൽ ഉണ്ടായില്ല. ശിഷ്യന്മാർക്കും അതിനെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് യേശു പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകയില്ല എന്ന് പറയുന്നത്. ആകയാൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും നമ്മിൽ പോരാടുന്ന ദുരാത്മാക്കളെ അറിഞ്ഞ് ആ ശക്തിയിൽ നിന്ന്, ആ ദുരാത്മാക്കളിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ നാം അവരോട് എതിർത്ത് നിന്ന് ജയമെടുക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ നാം കണ്ടതെന്താണ്? കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോരാടുന്ന ഈ ദുരാത്മാക്കളെ തിരിച്ചറിഞ്ഞ് നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ ശക്തിയോട് പോരാടുന്നവരായി തീരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പ്രാപിപ്പാൻ കഴിയും? അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാനിടയാകും. ഇത് ഉണരാതെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒന്നും നമുക്ക് താല്പര്യമില്ലാതെ ഈ പാപ സ്വഭാവങ്ങളെ താലോലിച്ചുകൊണ്ട് അതിനെ പ്രിയപ്പെടുത്തിക്കൊണ്ട് നാം അതിനടിമകളായി ജീവിച്ച് മുൻപോട്ട് പോയാൽ സംഭവിക്കുന്നത് എന്താണ്? നാം ആ ദുരാത്മാക്കളാൽ നശിപ്പിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയാകും. പ്രവാചകന്മാരുടെ വായിൽ ദുരാത്മാവ് ബോഷ്കിന്റെ ആത്മാവായി വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ബോഷ്ക് പ്രവചിക്കുന്നവരായി തീർന്നു എന്നാണ് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വ്യക്തമായി ഉണരുന്നുണ്ട്, ബോഷ്ക് പറയുന്ന ഏവനും അതിൽ പ്രിയപ്പെടുന്നവനും എവിടെയാണ്? പുറത്താണെന്നാണ്. പുറത്ത് അല്ലെ? അവർക്കുള്ള ഓഹരി എവിടെയാണ്? നരകമെന്നാണ്. തീയും ഗന്ധകവും കത്തുന്ന നരകം. അങ്ങനെയെങ്കിൽ നമ്മിൽ ആ ബോഷ്കിന്റെ ആത്മാവ് ഉണ്ടായിട്ട്
ആ ബോഷ്കിന്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ നാം ആ ബോഷ്കിൽ പ്രിയപ്പെട്ട് ജീവിച്ചു പോകുന്നവരായിരുന്നാൽ ജീവിതാവസാനത്തിൽ നമ്മുടെ മരണത്തിൽ നാം ചെന്നു ചേരുന്നത് എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞതാണ് ബോഷ്ക് എന്നുള്ളൊരു അനുഭവം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിടിച്ചു വെച്ചിരിക്കുന്ന, നമ്മെ പതിയിരുന്ന് ആക്രമിച്ച് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ ദുരാത്മാക്കളെ നാം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ നാളുകളിൽ എന്ത് ചെയ്യണം? ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അവയോട് പോരാടുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അങ്ങനെ ഒരു പോരാട്ടത്തിൽ നാം പോരാടി അവയെ ജയിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ നമുക്കിടയാകുമെന്നുണരുമ്പോൾ എന്തുകൊണ്ട് നമുക്കിന്ന് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടിയുണ്ട് നമ്മുടെ കുറിവാക്യത്തിൽ. എന്താണ്? ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നവരായി നാം മാറുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒന്നും സമയം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുവാൻ ഇടയാകുന്നത്. ജീവിതത്തിൽ ഭൗതികമായ ആവശ്യങ്ങളും അവസ്ഥകളും വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉപജീവന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ പ്രാധാന്യപ്പെടുത്തി മുഖ്യപ്പെടുത്തി അതിൻ്റെ പിന്നാലെ നാം പോകുന്നവരായി തീരുമ്പോൾ, അഥവാ ഉപജീവന ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോൾ, ഉപജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കേണ്ടതിന് പകരം ഉപജീവന ചിന്തകളാൽ നമ്മുടെ ഹൃദയം ഭാരപ്പെടുമ്പോൾ, ലൂക്കോസ് 21:34, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഉപജീവന ചിന്തകൾ അല്ലെ ഇന്ന് നമ്മെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉപജീവന ചിന്തകളാണ്. ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കേണ്ട ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഉപജീവന ചിന്തകൾക്കാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്നിങ്ങനെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്നാണ്. ജാതികൾ അന്വേഷിക്കുന്നു അല്ലെ. ലൂക്കോസിൽ വായിക്കുമ്പോൾ ലോകജനം അന്വേഷിക്കുന്നു എന്നാണ്. മത്തായിയിൽ ജാതികൾ എന്ന് പറയുമ്പോൾ ലൂക്കോസിൽ ലോകജനം അത് അന്വേഷിക്കുന്നു എന്നാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടുന്നവരായി തീരുമ്പോൾ നാം ആരായി മാറുകയാണ്? ലോക മനുഷ്യരായി, അഥവാ ജാതികളായി നാം മാറുകയാണ്. ജാതികളായി നാം മാറുവാനിടയാകുന്നു. ഈ ജാതികളായി തീരുന്ന ഒരനുഭവം നമുക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. ദുരാത്മാക്കളോട് പോരാടുവാൻ നമുക്കിടയാകത്തില്ല. യേശു നമ്മെ ഓർപ്പിക്കുന്ന അനുഭവം എന്താണ്? മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും, അഥവാ കൊടുക്കപ്പെടും എന്ന് വായിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കും, അഥവാ കൊടുക്കപ്പെടും, കിട്ടുമെന്നൊക്കെ പറയുന്ന ഈ ഉപജീവന അനുഭവങ്ങളെ നാം മുൻപിൽ നിർത്തിക്കൊണ്ട് അതിനെ പ്രാധാന്യപ്പെടുത്തിക്കൊണ്ട് അതിന് മുഖ്യത്വം കൊടുത്ത് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുവാനോ അഥവാ ഉപവസിപ്പാനോ പ്രാർത്ഥിപ്പാനോ ഒന്നും നമുക്ക് സമയം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുവാനിടയാകുന്നു. ഇവിടെയാണ് ദൈവമക്കളെ പിശാച് നമ്മെ വഞ്ചിക്കുവാനിടയാകുന്നത്, അഥവാ തോൽപ്പിക്കുവാനിടയാകുന്നത്. ഒരു പടയാളി തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയുള്ളവനായി, മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തയുള്ളവനായി, വീട്ടിൽ ആഹാരം വാങ്ങുന്ന അല്ലെങ്കിൽ ഉപജീവന കാര്യങ്ങൾ ചിന്തയുള്ളവനായി അവൻ പട്ടാള ക്യാമ്പിൽ ജീവിച്ചാൽ നമുക്കറിയാം ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ശത്രുവിനോട് ശരിയായ നിലയിൽ യുദ്ധം ചെയ്യുവാൻ അവന് സാധിക്കത്തില്ല. പകരം ആ കാര്യങ്ങളൊക്കെ മിലിറ്ററി ഏറ്റെടുത്തിട്ട്, എയർഫോഴ്സ് ഏറ്റെടുത്തിട്ട്, അവരുടെ ഉന്നതരാധികാരികൾ ആ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ടതൊക്കെ അവരുടെ ഭവനങ്ങളിൽ കൊടുത്ത് കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട്, ശമ്പളം മാത്രമല്ല മറ്റെല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ സുരക്ഷിതരായി നാട്ടിൽ താമസിപ്പിച്ചിട്ടാണ് ഈ സോൾജിയറിനെ, ഈ പടയാളി എന്ത് ചെയ്യുന്നത്? യുദ്ധസ്ഥലത്തേക്ക് പറഞ്ഞു വിടുവാനിടയാകുന്നത്. അവനൊരു ധൈര്യമുണ്ട്. എന്താണ് ധൈര്യം? ഞാൻ യുദ്ധം ചെയ്താൽ പോയാൽ എൻ്റെ കുടുംബത്തെ
ദൈവം അല്ല, അധികാരികൾ നോക്കിക്കൊള്ളും, ഗവൺമെന്റ് നോക്കിക്കൊള്ളും എന്നൊരു ധൈര്യം അവനുണ്ട്. ഇനി ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും പ്രശ്നമില്ല. കാരണം എന്താണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടതായ ആനുകൂല്യങ്ങൾ കൊടുത്ത് ജീവിതകാലം മുഴുവൻ അവർ സുരക്ഷിതമായി ജീവിക്കത്തക്കവണ്ണമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു നല്ല വ്യക്തതയും ഉറപ്പും ഉള്ളതുകൊണ്ട് തൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ, കുടുംബത്തെക്കുറിച്ചൊരു കവലയുമില്ലാതെ, ഭാരമില്ലാതെ അവൻ ധൈര്യത്തോടെ പോയി യുദ്ധം ചെയ്യുവാനിടയാകുകയാണ്. ചിന്തയുള്ളവനാണെങ്കിൽ യുദ്ധത്തിന് പോകുമോ? തൻ്റെ ഭാര്യയെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച്, തനിക്കുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തയുള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് റിസൈൻ എഴുതി വീട്ടിൽ വരും, ഇല്ലേ? യുദ്ധകളത്തിൽ അവന് നിൽപ്പാൻ സാധിക്കത്തില്ല. അയ്യോ, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഭാര്യ എങ്ങനെയാകും, എൻ്റെ കുഞ്ഞുങ്ങൾ എന്താകും എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും അവന് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. അവനൊരു ധൈര്യമുണ്ട്. എന്താണ്? എന്നെ ഈ സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്ന അതോറിറ്റി അധികാരികൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതിയിട്ടുണ്ട്. അവർ കുടുംബത്തെ നോക്കിക്കൊള്ളും, അവർ സംരക്ഷിച്ചുകൊള്ളും. ഇനി ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും വിഷയമില്ല. ഏറ്റതായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും, അവർക്ക് ജോലിയോ മറ്റെല്ലാം ലഭിക്കുമെന്നുള്ള അറിവ് അവനുള്ളത് കൊണ്ട് അവൻ യാതൊരു ചിന്താഭാരവും ഇല്ലാതെ, യാതൊരു ടെൻഷനും ഇല്ലാതെ ധൈര്യമായി യുദ്ധം ചെയ്യുവാനിടയാകും. ഇവിടെ നമ്മോട് ഓർപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ സേനാ നായകൻ നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാം എന്തു പറയും? കർത്താവേ, അതവിടെ ഇരിക്കട്ടെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വിചാരപ്പെടാതെ ആരും വിചാരപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിന് വേണ്ടി വിചാരപ്പെട്ട് ഉപജീവന കാര്യങ്ങളിൽ ഇടപെട്ട് ഞാൻ അങ്ങനെയേ ജീവിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് തമ്പുരാന്റെ വാക്കിലൊന്നും വലിയ വിശ്വാസമില്ല, അതിനോടൊന്നും വലിയ ഉറപ്പും ധൈര്യമൊന്നും എനിക്കില്ല. അതങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അനുഭവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വിചാരപ്പെട്ട് തന്നെ ജീവിക്കത്തുള്ളൂ എന്ന് പറവാനിടയാകുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ ആത്മീക അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈ ദുരാത്മാക്കളോട് പോരാടി ജയിക്കത്തക്കവണ്ണം ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒന്നും ജീവിതത്തിൽ അവസരമില്ലാതെ തങ്ങളുടെ അക്ഷരീകമായ ഭൗതികമായ ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതിന് മുഖ്യത്വം കൊടുത്തുകൊണ്ട്, അതിൻ്റെ പിന്നാലെ സമയവും നാളുകളും ഒക്കെ നഷ്ടപ്പെടുത്തി അലഞ്ഞു തിരിഞ്ഞിട്ട് അവസാനം തങ്ങൾക്കെതിരായി പതിയിരിക്കുന്ന പതിയിരിപ്പുകാരുടെ കയ്യിൽ അകപ്പെട്ട് നശിക്കുന്നവരായി തീരുവാനിടയാകുന്നു. അഥവാ ഈ ദുരാത്മാക്കൾ പലരെയും നരകയോഗ്യരാക്കി മാറ്റുവാനിടയാകുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യക്തമായ ഉറപ്പുണ്ടാകണം. നാം പോരാടി ജയിക്കേണ്ടവരാണ്. പട ചേർത്തവനായ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവരാണ്. ആകയാൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നാം ജീവന കാര്യങ്ങളിൽ ഇടപെടാത്തവരായിരിക്കാൻ ഇടയാകണം. ജീവന കാര്യങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ട് കർത്താവിനെ ഏൽപ്പിച്ചിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഉപവാസമുള്ളവരും പ്രാർത്ഥനയുള്ളവരുമായി നമ്മുടെ ജീവിതത്തിൽ ഈ ദുരാത്മാക്കളെ കണ്ടറിഞ്ഞ്, ആ പതിയിരിപ്പുകാരെ കണ്ടറിഞ്ഞ് അതിനെതിരായി പോരാടി ജയിക്കുന്നവരായി തീരുവാൻ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ നമുക്കിടയാകണം. ഒരു പടയാളി യുദ്ധത്തിൽ ജയിച്ച് ജയാളിയായി വരുമ്പോഴാണ് അവനെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിപ്പാനിടയാകുന്നത്. തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്കറിയാം, തോറ്റു വരുന്നവരെങ്ങനാ വന്ന് വീട്ടിൽ കയറുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒളിച്ചും പാത്തും പതുങ്ങി ആരും കാണാതെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ രാജ്യത്തിലേക്ക്, തങ്ങളുടെ വീട്ടിലേക്കൊക്കെ മടങ്ങി വരുന്നതെന്നാണ്. എന്നാൽ യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്നവരാണെങ്കിലോ, ശൗല് ജയിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തെന്നാണ്? ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര നടത്തിയെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏതനുഭവത്തിൽ കാണപ്പെടും? ജയാളികളായി, ജയവീരനായ കർത്താവിനോടുകൂടെ ജയാളികളായി ജയിച്ചവരായി മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകുമോ? അതോ തോറ്റു പിന്മാറി ഓടി ഒളിക്കുന്നവരായി, നരകത്തിൽ പോയി ഒളിക്കുവാൻ ഉത്സാഹിക്കുന്ന, നരകത്തിലേക്ക് സ്വമേധ ഓടിപ്പോയി മറഞ്ഞിരിക്കാൻ ഇടയാകുന്ന ഒരനുഭവമാണോ നമ്മിൽ ഉണ്ടാകുവാൻ പോകുന്നത്? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ ആ വിശ്വസ്തയോട് ദൈവം നമ്മെ നടത്തുമെന്ന് നാം ഒന്ന് ഉണർന്നുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപജീവന കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കാതെ, അത് വേണ്ട എന്നല്ല പറയുന്ന, കാരണം യേശു പറഞ്ഞ വാക്കെന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെങ്കിൽ പിൻപേ എന്ന് വേണം. മുമ്പേ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തുണ്ട്? പിൻപേ എന്നൊരനുഭവമുണ്ട്. പിൻപേ എന്തു വേണം?
നമ്മുടെ ഉപജീവന കാര്യങ്ങളിൽ നാം ശ്രദ്ധയുള്ളവരാകണം. ആ ഉപജീവന കാര്യങ്ങളിൽ 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു? ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുന്നു, നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ നിന്റെ പ്രവൃത്തികളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ കൈ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നു. കൈ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹം ഉണ്ടാകും. നീ ഒന്നാമത് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവനാകണം. അഥവാ യഹോവയുടെ കൽപ്പനകളെ കേട്ട് അനുസരിക്കുന്നവരാകണം. ഉപജീവന ചിന്ത തലയ്ക്ക് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഏത് വിധേനയെങ്കിലും കുറെ പണമുണ്ടാക്കാമെന്ന് ചിന്തിച്ച് പണത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ഉപജീവന ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ വരുമ്പോൾ പിശാച് നമ്മെ വഞ്ചിക്കും. ദൈവമക്കളെ, പിശാച് നമ്മെ തോൽപ്പിക്കുവാൻ ഇടയാകും. ആ പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നവരായി തീരുവാൻ ഇടയായിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിവില്ലാത്തവരായി നാം മാറുവാൻ ഇടയാകും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഉപജീവന കാര്യങ്ങളെ ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ വിശ്വാസത്തോടെ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത്, ഒന്നാമത് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ അക്ഷരീക ജീവിതമെന്ന് ഉറച്ചുകൊണ്ട് ആ നിലയിൽ നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമെങ്കിൽ, ഉപവാസത്തിന് സമയം കിട്ടുമ്പോൾ, പ്രാർത്ഥിപ്പാൻ സമയം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് വേണ്ട എന്ന് വെച്ച് എനിക്കിന്ന് ഉപവാസമല്ല പ്രധാനം, എനിക്ക് ആ ജോലിയാണ്, ഈ പ്രവൃത്തിയാണ്, ഈ പണമാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടുന്നവരാകാതെ ദൈവസന്നിധിയിലിരിപ്പാനും പ്രാർത്ഥിപ്പാനും അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അല്ലാത്ത സമയത്ത് നാം മറ്റു വഴിക്ക് പോകുന്നതിന് തെറ്റില്ലല്ലോ, കുഴപ്പമില്ല, നമുക്ക് പോകാമല്ലോ. പക്ഷെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തരുന്ന അവസരങ്ങൾ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നാം പ്രയോജനപ്പെടുത്താതെ, അഥവാ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ഇട്ടുടുക്കുവാനും ഉപവസിപ്പാനും വിളിക്കുമ്പോൾ ആടറുക്കുക, കാളയിറക്കുക, തിന്നു കുടിക്കുക, നാം സന്തോഷിക്കാമല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിയാൽ ശത്രു നമ്മെ നശിപ്പിക്കും. ദൈവമക്കളെ, നാം നശിച്ചു പോകുവാനിടയാകും. ആ ഒരു നാശത്തിലേക്ക് നാം പോകാതെ വണ്ണം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ എന്തു വേണം? നാം ദൈവസന്നിധിയിലിരിപ്പാനും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും നമുക്കിടയാകണം. അങ്ങനെയെങ്കിൽ നാം ആരായിത്തീരും? നാം ജയാളികളായി തീരുവാനിടയാകും. യേശു പറയുന്നത് എന്താണ്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുമെന്നാണ്. ജയിച്ച യേശുവിനോട് കൂടെ യേശുവിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുന്ന ഒരനുഭവം. ഒരു പടയാളി യുദ്ധത്തിൽ ജയിച്ച് ജയാളിയായി തിരികെ വരുമ്പോൾ ആഘോഷപൂർവം തന്നെ കൊണ്ടുവന്ന് സ്ഥാനമാനങ്ങൾ കൊടുത്ത് തന്നെ ആദരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ്, നാം നമ്മെ പടചേർത്ത കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആദരിക്കുവാനിടയാകും. ശ്രേഷ്ഠമേറിയൊരു സൗഭാഗ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനിടയാകും. ആകയാൽ ഈ നാളുകളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകട്ടെ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ ചെയ്തുകൊണ്ട് കർത്താവിനോടുകൂടെ ജയാളികളായി തീരുവാൻ, ജീവനകാര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും പിശാചിനോട് പോരാടുന്നവരായി ജീവിതത്തിന്റെ ഒന്നാമത്തെ അനുഭവമായ നല്ല പോർ പൊരുതു എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ നമുക്കിടയാകട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എനിക്കൊരു നല്ല പോർ പൊരുതുവാനിടയാകണം, ഞാനൊരു നല്ല പടയാളിയായി തീരുവാനിടയാകണം. എൻ്റെ ജീവനകാര്യങ്ങൾ ഇടപെട്ട് എൻ്റെ ജീവിത നാൾക്കളെ പാഴാക്കുവാനല്ല കർത്താവേ, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ചെയ്ത് ഞാൻ എൻ്റെ പടചേർത്ത കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു പടയാളിയായി ജയാളിയായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു.